ഹായ് ഫ്രണ്ട്സ്, നമ്മൾക്ക് കിടിലൻ ടേസ്റ്റിലൊരു ബീഫ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പല രീതിയിലല്ലേ ബീഫ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. 1 കിലോ ബീഫ് വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിന് ഞാൻ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു 10-15 ചെറിയ ഉള്ളിയും പിന്നെ ഒരു ചെറിയൊരു സവോളയുടെ പകുതിയും പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിയില, ഒരു ചെറിയ തക്കാളിയുടെ പകുതി അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളിൻ്റെ പുളി ഇതിൽ മുന്തി നിൽക്കാനേ പറ്റൂല കേട്ടോ. നമ്മൾക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനൊരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും പിന്നെ 1 ടേബിൾ സ്പൂണ് വലിയ ജീരകവും 1/2 ടീസ്പൂണ് കുരുമുളകും കൂടെ എടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് വറുത്ത് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്തെടുക്കണം. അപ്പോൾ അത് പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇത് മസാലപ്പൊടികൾ ചേർത്തെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1/2 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. നമ്മൾ ഈ സ്പൈസസ് ഒക്കെ വറുത്തെടുക്കുമ്പോൾ തന്നെ പൊടികൾ നമ്മളുടെ അടുത്ത് തന്നെ വെക്കണം കേട്ടോ. എന്നാലാണ് അത് പൊട്ടി തുടങ്ങുമ്പോൾ ഉടനെ തന്നെ നമ്മൾക്ക് ഇട്ട് പൊടികൾ കരിയാതെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ടെടുത്തപ്പോഴേ ഞാൻ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. അത് വീഡിയോ ഓൺ ആക്കാത്തത് കൊണ്ടാണ് ഇതിൽ കാണാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ഇട്ടെടുക്കണം. പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കരിയാതെ വറുത്തെടുക്കണം. നല്ലൊരു വാസന വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ബീഫ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ മല്ലിപ്പൊടി എടുക്കാം കേട്ടോ. അപ്പോൾ അതിവിടെ നല്ലൊരു വാസന വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചട്ടിയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകും. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബീഫ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കിയതിന് ശേഷം പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുന്ന ആ സമയത്തിന് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. അതൊന്ന് സോഫ്റ്റ് ആകുമ്പോൾ തക്കാളി, കറിവേപ്പ് ഇതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ളതൊക്കെ ചൂടാറിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ മല്ലിയിലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ളതിൽ നിന്ന് ഒരു 1/4 ഭാഗത്തുള്ളതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മസാലപ്പൊടികളൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളമൊന്നും ഒഴിച്ചെടുക്കരുത് കേട്ടോ. ബീഫിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. കുറച്ചൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പച്ചവെള്ളം നേരിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. ഇത് കുക്കറൊക്കെ മൂടിയിട്ട് 3 വിസിൽ വന്നതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 30 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. എന്നാൽ ബീഫ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. പിന്നെ ചിലരുടെ ബീഫ് കുറച്ചധികം വേവുള്ളതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ കുറച്ചധികം സമയം കൂടി ഒരു 45 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. പിന്നെ ചിലരുടെ കുക്കറാണെങ്കിലും നല്ല പ്രഷറുള്ള കുക്കറാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ കുക്കറിനും ബീഫിനൊക്കെ അനുസരിച്ചായിരിക്കും വേവിൻ്റെ രീതി. അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ കഴിഞ്ഞ് ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നിട്ട് നമുക്കൊന്ന് നോക്കാം അതിൻ്റെ സ്ഥിതി എന്താണെന്ന് വെന്തക്കണമെന്നൊക്കെ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഇറച്ചിയാണെങ്കിൽ പാകത്തിന് വെന്തിട്ടുമുണ്ട്. ബാക്കി നമ്മൾക്ക് വറ്റിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെന്തോളും. അപ്പോൾ അത് കണ്ടോ, പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിന്ന് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബാക്കി പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഈ രീതിയിലും കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വറവിട്ട് കൊടുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് പൊട്ടി തുടങ്ങുമ്പോൾ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് ഞാൻ ഉള്ളികളൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഇങ്ങനെ ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ചരുകിയിട്ട് അതൊരു 2-3 സ്പൂണ് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ തേങ്ങ ചിരകിയത് ഒരു 3 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്.
ഇത് ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് ഈ ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. കുറച്ച് സമയം ഇങ്ങനെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങയൊക്കെ ഇറച്ചിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. പിന്നെ നമുക്ക് ഈ രീതിയിൽ ആണെങ്കിൽ ഈ രീതിയിൽ തന്നെ സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ അങ്ങനെ ഇളക്കി കൊടുത്ത് പൊരിച്ചെടുത്താൽ. ഞാനിപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. നല്ലോണം അങ്ങോട്ട് ഡ്രൈ ആക്കണമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലും കറിവേപ്പിലൊക്കെ ഇട്ടെടുത്ത് കുറച്ച് സമയം മൂടി വെച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ബീഫ് ഇതുപോലെ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിട്ടോ. നല്ല കിഡിലും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.